നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഒടുവിൽ അവസാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതോടെ നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ പ്രതിഷേധിച്ച് പൊടുന്നനെ രാജിവെക്കുകയും ചെയ്തു. ഇത് ഇസ്രയേലിൽ ഒരു വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. 2023 ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. ഇസ്രയേലിലേക്ക് കടന്ന ഹമാസ് സൈന്യം തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. കൂടാതെ നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ശക്തമായ യുദ്ധം ആരംഭിക്കാനുള്ള പ്രധാന കാരണം. പിന്നാലെ ഇസ്രയേൽ ഗാസയിൽ വൻ ആക്രമണം അഴിച്ചുവിട്ടു. ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ട് വേട്ടയാടി. അതേസമയം ഗാസയിലെ നിരപരാധികളായ സാധാരണക്കാരെയും ആക്രമണം വലിയ തോതിൽ ബാധിച്ചു. കൊച്ചുകുഞ്ഞുങ്ങളുൾപ്പെടെ നിരപരാധികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടും ഹമാസ് നശിപ്പിക്കപ്പെടുന്നതുവരെ യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ ഉറച്ചുനിന്നു. ഈ സാഹചര്യത്തിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ ആക്രമണത്തിൽ ഹമാസ് നേതാവ് യഹ്യ സിൻവർ കൊല്ലപ്പെട്ടത്. ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന സിൻവാറിനെ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല, ഹമാസ് സൈന്യത്തിലെ നിരവധി പ്രധാന നേതാക്കളെയും ഇസ്രയേൽ ലക്ഷ്യമാക്കി. ഹമാസ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതോടെ പല കോണുകളിൽ നിന്നും വെടിനിർത്തലിനുള്ള മുറവിളി ഉയർന്നു. അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വെടിനിർത്തലിനുള്ള സമ്മർദ്ദം വർദ്ധിച്ചു. ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ വെടിനിർത്തലിനായി ഇരുപക്ഷത്തിനുമിടയിൽ മധ്യസ്ഥത വഹിച്ചു. ആദ്യപടിയായി ഇരു രാജ്യങ്ങളും ആക്രമണം പൂർണ്ണമായും നിർത്തുകയും അതേസമയം ഹമാസ് ബന്ദികളാക്കിയ അമേരിക്കക്കാർ, സ്ത്രീകൾ, പ്രായമായവർ എന്നിവരെ വിട്ടയക്കുമെന്നും ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുമെന്നും പലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നും കരാറുകളിൽ ഒപ്പുവെച്ചു. ബന്ദികളുടെ വിവരങ്ങൾ പുറത്തുവിടാൻ ഹമാസ് വൈകിയപ്പോൾ ഇസ്രയേൽ ആക്രമണം തുടർന്നു. പിന്നീട് ഹമാസ് മോചിപ്പിക്കാൻ പോകുന്ന 3 ബന്ദികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് പുറത്തുവിടുകയും ബന്ദിമോചനം പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയായിരുന്നു. ബന്ദികളാക്കിയ റോമി കോണൻ, ഡോറൻ സ്റ്റീംബ്രച്ചർ, എമിലി ഡമാരി എന്നിവരെ റെഡ് ക്രോസിന് കൈമാറി. ഇത്രയും വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ വെടിനിർത്തൽ കരാറിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിന്റെ ദേശീയ പ്രതിരോധ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ രാജിവെച്ചു. കൂടാതെ ഇസ്രയേലിലെ നിലവിലെ സഖ്യ സർക്കാരിൽ അംഗമായിരുന്ന ഇറ്റാമർ ഓട്സം യഹൂദിറ്റ് സഖ്യത്തിൽ നിന്നും പിന്മാറുമെന്നും പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് 2 മന്ത്രിമാർ കൂടി രാജിവെക്കുകയായിരുന്നു. ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ചും രാജി പ്രഖ്യാപിച്ചെങ്കിലും അവസാന നിമിഷം തീരുമാനം മാറ്റി. ഹമാസ് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് യുദ്ധം നിർത്തിയാൽ തന്റെ പാർട്ടിയും ഭരണസഖ്യം വിടുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മന്ത്രിതല പ്രതിഷേധങ്ങളുടെ ഈ പരമ്പര ഇസ്രയേൽ സർക്കാരിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.